സുപ്രീം കോടതിയിലാണ്. കോടതികളിൽ സാധാരണ ജഡ്ജിമാരെ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർമാരെ സംബോധന ചെയ്യുന്നത് യുവർ ഓണർ അല്ലെങ്കിൽ മൈ ലോഡ് എന്നൊക്കെയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഒരു കോടതിയിൽ മിസ്റ്റർ ജുഡീഷ്യൽ സർവൻറ്റ് എന്ന് ജഡ്ജിമാരെ അഭിസംബോധന ചെയ്ത് ഒരാൾ വാദം തുടങ്ങി. ഇത് വേറെ കോടതിയിലൊന്നുമല്ല, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. Are you the party person? Yes. Prabal Pratap. Yes. Mr. Judicial Servant, I order you to order the registration of FIR against ACP Vikas Nagar Lucknow and You are Duplex ordering me. Technologies You ordering us. and the Sovereign and Duplex Technology Services for running cybercrime syndicate in across the country. That's all from my side. Everything is on record in 155 pages of the file, and that's all from my side. And these are few papers I have. So at this court, ye de rahe na ജസ്റ്റിസ് KV വിശ്വനാഥൻ, ജസ്റ്റിസ് അലോക് അറോഡ എന്നിവരുടെ ബെഞ്ചിലായിരുന്നു ഈ സംഭവങ്ങൾ ഉണ്ടായത്. മിസ്റ്റർ ജുഡീഷ്യൽ സർവൻറ്റ് അഥവാ കോടതിയുടെ ജീവനക്കാര എന്ന് അഭിസംബോധന ചെയ്ത് വാദം തുടങ്ങിയപ്പോൾ കോടതിയൊന്നും തടസ്സപ്പെടുത്തിയില്ല. പക്ഷേ ഐ ഓർഡേർഡ് യു എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന പേപ്പറുകൾ കോടതിയുടെ നേരെ വലിച്ചെറിഞ്ഞപ്പോഴാണ് കോടതി ഇടപെട്ടത്. നിങ്ങൾ കോടതിയോട് ഉത്തരവിടുകയാണോ? കോടതി അപമാനിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നും ജസ്റ്റിസുമാർ പറഞ്ഞു. ഇവിടം കൊണ്ടും തീർന്നില്ല. ജഡ്ജിമാരെ അമ്മയെ കൂട്ടി ചീത്ത വിളിച്ചപ്പോഴാണ് സെക്യൂരിറ്റിക്കാർ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഉത്തർപ്രദേശിലെ പ്രഭാൽ പ്രതാപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അയാളുടെ സ്വകാര്യ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കേസ് വാദിക്കാനായി കോടതിയിലെത്തിയത്. അഡ്വക്കേറ്റ് ആക്ട് സെക്ഷൻ 32 പ്രകാരം ഒരു വ്യക്തിക്ക് അയാളുടെ സ്വന്തം കേസ് കോടതിയിൽ സ്വയം വാദിക്കാം. ഈ ഒരു നിയമപരിരക്ഷ ദുരുപയോഗം ചെയ്താണ് കോടതിയെ ഇദ്ദേഹം അപമാനിച്ചത്. പലരും പറയുന്നത് ഇയാൾ വക്കീലെന്നാണ്, പക്ഷേ ഇയാൾ വക്കീലല്ല. ഇയാളുടെ ഒരു സ്വകാര്യ പ്രോപ്പർട്ടിയിലുണ്ടായ പ്രശ്നത്തിനെ തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ലക്നൗ എന്ന പദവിയിലിരിക്കുന്ന ആൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇദ്ദേഹം ഒരു ഹർജി കൊടുത്തിരുന്നു. എന്നാൽ ആ ഹർജി തള്ളിയതിനെ തുടർന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ ഇദ്ദേഹം ഒരു അപ്പീലും കൊടുത്തു. പക്ഷേ അപ്പീലും അനുവദിക്കപ്പെടാത്തതിനെ തുടർന്നാണ് സുപ്രീം കോടതിയിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് ഹർജിയുമായി ഈ പറഞ്ഞ വ്യക്തി എത്തിയത്. സംഭവം ഇങ്ങനെയൊക്കെയായി ലോകം മൊത്തവും അറിഞ്ഞെങ്കിൽ പോലും കോടതിയുടെ ഇടപെടലാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. മാനുഷിക പരിഗണന കണക്കിലെടുത്ത് നിയമ നടപടികളൊന്നും എടുക്കണ്ട എന്നാണ് കോടതി ഉത്തരവിട്ടത്. എന്നാൽ ഇയാൾ കൊടുത്ത ഹർജിയിലെ മെരിറ്റ് കണക്കിലെടുത്തപ്പോൾ അതിൽ നിയമപരമായ റിക്വയർമെൻറ്റ്സോ ഒന്നും ഇല്ലാത്തതിനാൽ ആ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. സത്യം പറയാലോ, ഇന്ത്യൻ ജുഡീഷ്യറിയോട് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയ നിമിഷമാണത്. സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹത്തിൻ്റെ പദവി ഉപയോഗിച്ച് ഏത് തരത്തിൽ വേണമെങ്കിലും ഈ കേസിനെ കൈകാര്യം ചെയ്യാമായിരുന്നു. കോടതി വിമർശനത്തിന് അതീതമല്ല, പക്ഷേ കോടതിയെ വിമർശിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ആ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ അത് നിയമവാഴ്ചയെ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. നിയമവാഴ്ചയോടുള്ള വെല്ലുവിളി നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കും. രാജ്യം നശിച്ചാൽ നമ്മൾ നശിക്കും. ഓർക്കണം, ഓർത്താൽ നന്ന്.